ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തതിനു ശേഷം ഞാൻ കുറേ നേരം നമ്മുടെ വൂൾ ഫാമിൻ്റെ അവിടെ കുറേ നേരം AFK ഉണ്ടായിരുന്നു. ഇത്ര നേരം നിന്നാലും ഒരു സ്റ്റക്കാറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാം. കാരണം എന്താ വെച്ചാൽ ആട് പുല്ല് തിന്നിട്ട് ഷിയർ പോയിട്ട് അടുത്ത പുല്ല് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. പുല്ല് വന്നാലും ആട് തിന്നണം. അങ്ങനെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഈ ഫാം കുറച്ച് ആദ്യമൊക്കെ സമയം എടുക്കും. പിന്നെ അങ്ങോട്ട് സ്പീഡിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് AFK കണ്ട് തന്നെ ഇതിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും ആയി കുറേ ആയിക്കോളും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അയൺ ഫാം എത്ര ആയെന്ന് നോക്കാം. ഞാൻ ഇവിടെ AFKക്കും അയൺ ഫാമിലും കൂടി ആയിട്ട് ഉണ്ടാവണം. കാരണം ഇത് അടുത്തടുത്തായതുകൊണ്ട് AFK ആയിട്ടുണ്ട് അയൺ ഫാമിൻ്റെ. താഴത്തോട്ട് നോക്കി നോക്കട്ടെ. ഓക്കെ, 3 ചെസ്റ്റ് എന്തായാലും നിറഞ്ഞിട്ടില്ല. ഓക്കെ ഫസ്റ്റ് ഡബിൾ ചെസ്റ്റ് അറിഞ്ഞ് രണ്ടാമത്തെ ഡബിൾ ചെസ്റ്റ് അറിയാറായി. അതത്ര ആയിട്ടുണ്ട്. അപ്പം എന്തായാലും കുഴപ്പമില്ല. കാരണം ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും അങ്ങനെ ഇല്ലാതുകൊണ്ടും എല്ലാം ആയിക്കോട്ടെ അവിടെ. പിന്നെ ഇന്ന് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ കണ്ടില്ല, വൂൾ അത്രയൊന്നും തികയൂല. അതൊന്നും പോരാ, ഇനിയും വേണം വൂള്. അതുകൊണ്ട് AFK ആക്കണം ഇനിയും. പിന്നെ എൻ്റെ ആണെങ്കിൽ ഹോട്ട് എയർ ബലൂണിൻ്റെ ഡിസൈൻ ഞാൻ ഫുൾ ഉണ്ടാക്കി നോക്കിയിട്ടും ഇല്ല. കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ട്, കുറച്ചും കൂടി റെഡി ആക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ചോപ്പറിനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ട് കുറേ. ചോപ്പറെ ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ബേസിൻ്റെ ഇൻറ്റീരിയർ സെറ്റാക്കാൻ പോവാണ്. നിനക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അത് ഞാൻ ഇൻറ്റീരിയർ ഫുള്ള് വൃത്തിയാക്കാൻ പോവാണ്. കാരണം ഇപ്പോഴുള്ള ഇൻറ്റീരിയർ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒന്നും ആക്കിയിട്ടില്ല. വെറുതെ ചെസ്റ്റൊക്കെ വെച്ച് അത്രേ ഉള്ളൂ എന്നറിയാം. അതൊക്കെ മാറ്റാൻ പോവാണ്. ഇതിനകത്ത് സീഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചോപ്പറിനുണ്ടായി കൊടുക്കുക. എന്നിട്ട് ചോപ്പറിന് ഇൻറ്റീരിയർ കാണിച്ചു കൊടുക്കണം മൊത്തം വൃത്തിയാക്കിയിട്ട്. ചോപ്പറിൽ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ടൈം ചെയ്യുന്ന സമയത്ത് മാത്രമേ സീഡ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. എന്നാൽ കുഴപ്പമില്ല. എന്നാൽ ഞാൻ ഇതുകൊണ്ട് തിരിച്ചു വെക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് താഴത്തെ ഭാഗം തൊട്ട് തുടങ്ങാം ഇൻറ്റീരിയർ ഡിസൈനിങ്. എനിക്ക് വലിയ പ്ലാനൊന്നുമില്ല. ആദ്യം ഇതങ്ങ് പൊട്ടിച്ച് മാറ്റി കുറച്ച് വർക്ക് സ്റ്റേഷനിൽ തന്നെ വെക്കുക. ഇത് ഇച്ചിരി അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ മതി. ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നല്ല സ്ഥലം നോക്കിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കുക. ഇവിടെ വെക്കാം. ഈ ഒരു സ്ഥലത്ത് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഞാൻ കാണിച്ചു തരാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇത് ഇവിടെ നിന്നോ ഒരെണ്ണം കൂടി വെക്കാം. കാരണം അവിടെ ആ ഒരു വുഡിൻ്റെ അടുത്തായിട്ട് 2 ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇത് അവിടെ 8 ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ഇതിനകത്ത് ഒരെണ്ണം കൊണ്ട് അവിടെ വെച്ചാൽ മതി. ഒന്ന് ഇതാ ഇവിടെ. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഫർണസ് എടുത്ത് വെക്കാം. ഒരു ഫർണസ് ഇവിടെ ഇരിക്കട്ടെ, ഒരു ഫർണസ് ഇവിടെ ഇരിക്കട്ടെ. അപ്പുറത്തെ സൈഡ് സ്റ്റോൺ കട്ടർ വെക്കാം. സ്റ്റോൺ കട്ടർ വെക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡ് ഏതെങ്കിലും ഒരു വർക്ക് സ്റ്റേഷൻ വെക്കാം. സെയിം തന്നെ വെക്കണ്ട. ഏതൊക്കെ വർക്ക് സ്റ്റേഷൻ ഉണ്ട് നോക്കട്ടെ. ഇങ്ങനെ പോയി നോക്കിയാൽ കുറച്ച് കാണാമല്ലോ. ആൻവിൽ വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ട്. വേണ്ട, 2 ഫർണസ് വെച്ചേക്ക്. 2 ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ട്. ബ്രൂയിങ് സ്റ്റേഷൻ ഉണ്ട്. കാർട്ടോഗ്രാഫിയുടെ സ്മിത്തിങ് ടേബിൾ ഉണ്ട്. ഏത് വെക്കും? ഞാൻ പറയുകയാണെങ്കിൽ ആൻവിൽ വെക്കാം ഇപ്പോൾ തൽക്കാലത്തേക്ക്. കാരണം ആൻവിലാകുമ്പോൾ അവിടെ എനിക്ക് ഇടയ്ക്ക് എൻചാൻമെൻറ്റ് ചെയ്യണമെങ്കിൽ പേരുകൾ ഇവിടെ വന്ന് ചെയ്യാമല്ലോ. ആൻവിൽ ഉണ്ടാക്കണം. ആൻവിൽ ഇത് അവിടെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെടുത്ത് ഇവിടെ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കണം. സ്മിത്തിങ് ടേബിൾ എടുത്തിട്ട് ഇപ്പോൾ സൈഡിലോട്ടായിട്ട് വെക്കാം. സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, ഇപ്പം എൻ്റെ അവിടെ കണ്ടോ എൻ്റെ വുഡിൻ്റെ ഷൾക്കർ ബോക്സ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നാൽ കണ്ടോ ഒരെണ്ണം കൂടി ഇരിക്കുന്നത്. എന്താ വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിപ്പോയി. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം, എൻ്റെ ഇടയ്ക്ക് ടീ ലോഞ്ചർ പണിയായിരുന്നു. അതുകൊണ്ട് ഒരു വട്ടം പണിയെന്ന പീസാനെടുത്ത് പുറത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഉണ്ട് ഈ ബഗ് കാരണം വന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഉണ്ട് എൻ്റർ ചെസ്റ്റിൽ ഒരെണ്ണം പുറത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ചാൽ, പിന്നെ അഥവാ ഞാൻ ചെസ്റ്റൊക്കെ തുറക്കുമ്പോൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടല്ലോ. കാരണം 2 എന്തിനാ ഉണ്ടാക്കിയെന്നൊക്കെ വിചാരിച്ചിട്ട്. സ്മിത്തിങ് ടേബിൾ ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കാർട്ടോഗ്രാഫി ടേബിൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന് പേപ്പർ ആണല്ലേ, പേപ്പർ. കാട്ടിലെ ഐറ്റംസ് ഉണ്ടാവും. ചെസ്റ്റിൽ നോക്കണ്ട. ഇതിനകത്ത് ഞാൻ കുറച്ചെടുത്ത് വെച്ചായിരുന്നു. 40 ഉണ്ട്. ഇതെടുത്തിട്ട് പേപ്പർ ഉണ്ടാക്കിയിട്ട് കാർട്ടോഗ്രാഫി ഉണ്ടാക്കാം ടേബിൾ. ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് സ്മിത്തിങ് ടേബിൾ എടുത്ത് ഇവിടെ വെക്കാം. കാർട്ടോഗ്രാഫി ടേബിൾ എടുത്ത് ഇവിടെ വെക്കാം. ഇവിടെ ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി വെക്കണം. ഇപ്പം എന്താ വെക്കുക? ഇവിടെ നിന്ന് ബ്ലാസ്റ്റ് ഫർണസ് എടുക്കുക. ഇതിനകത്തൊരു ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടല്ലോ ഇവിടെ. ഗ്രൈൻഡ് സ്റ്റോൺ ഒരു ബ്ലാസ്റ്റ് ഫർണസും കിട്ടി. ഇനിയിപ്പോൾ ഇതിവിടെയും ഈ ഗ്രൈൻഡ് സ്റ്റോൺ അവിടെ വെക്കും. ഇതെടുത്ത് തലകുത്തലായിട്ട് മുകളിൽ വെച്ചാൽ രസം ഉണ്ടാവുമോ? അതിപ്പോൾ എവിടെ വെക്കുക? അതിവിടെ വെച്ചാലോ? ഇവിടെ കുഴപ്പമില്ല. ഇവിടെ രസമുണ്ട്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ട വെച്ചാൽ ഒരു എൻ്റർ ചെസ്റ്റും കൂടി വേണം. ഞാൻ ഒരു മണ്ടത്തിൽ കാണിച്ചായിരുന്നു. എൻ്റെ എൻ്റർ ചെസ്റ്റ് ഫോർച്യൂൺ പിക്കാക്സ് വെച്ചിട്ട് പൊട്ടിച്ചായിരുന്നു. ഇവിടെ ഇത് ഫോർച്യൂണോടെ ഇത് വെച്ച് പൊട്ടിച്ചറിയാണ്ട്. എന്നിട്ട് എൻ്റെ ബ്ലേസ് പൗഡർ ഇല്ലാണ്ട് ഞാൻ നെതറിൽ പോയിട്ട് ഒരെണ്ണം എടുത്തായിരുന്നു. ഒരു ബ്ലേസ് റോഡ് മാത്രം എടുത്തായിരുന്നു. പിന്നെ ആ നെതറിൻ്റെ ഇത് ഞാൻ റെഡിയാക്കി കണ്ടായിരുന്നല്ലോ അല്ലേ. അതെടുത്തിട്ട് ഞാൻ ബ്ലേസ് പൗഡറാക്കി ഒരെണ്ണം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എവിടെയുള്ളത് നോക്കട്ടെ. അതിനകത്തുണ്ട്. കിട്ടി. ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഫെൻഡറാക്കിയിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ എൻ്റെ എൻ്റർപ്പുകളില്ല, അത് നമ്മളെ വില്ലേജറിൻ്റെ അടുത്ത് വാങ്ങണം. അതും വാങ്ങിയിട്ടുണ്ട് ഞാൻ. ഒരു എൻ്റർ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് താഴെ കൊണ്ടേ വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇതിവിടെ വന്നിട്ട് ഇത് ഇവിടെ പൊട്ടിക്കാം. ഇത് പൊട്ടിക്കണ്ട, ഇത് ഇവിടെ വൈറ്റ് പൊട്ടിക്കാം. ഇതിപ്പോൾ തിരിച്ചൊക്കെ വെയിറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ പൊട്ടിക്കാം. ഇവിടെ വെക്കാം. ഈ കുഴിയിലോട്ടായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതവിടെ ഫിറ്റാണ്. ഇനിയിപ്പോൾ ഇപ്പുറത്ത് എന്താ വെക്കുക? ഇവിടെ എന്താ വെക്കുക?
ഞാനൊരു കോൾഡറിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മതി, അത് രസമുണ്ട് അവിടെ ചേരുന്നുണ്ട്. ഇവിടുത്തെ ഈ വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ കോൾഡറിന് നിറഞ്ഞു കഴിഞ്ഞ് അങ്ങനെ ഇത് മൊത്തം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്ല പെയിൻ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ അങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ നല്ല രസമുണ്ട്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഫുഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഡിസ്പെൻസർ വെക്കണം. മറ്റേ നിൽക്കുമ്പോൾ ഫുഡ് വരണം. ഇതാ ഇവിടെ ഒരു ഡിസ്പെൻസർ ഇങ്ങനെ വെച്ചിട്ട് ഇത് എന്താ ഒരു ട്രാപ്പ് ഡോർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരാം. ഇപ്പം അങ്ങനെ ഉണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിലോട്ട് ഫുഡ് വെച്ചാൽ മതി. പിന്നെ ഒരു ഐറ്റം ഫ്രെയിം എടുത്തിട്ട് ഇവിടെ വെക്കാം. എന്നിട്ട് ഏത് ഫുഡാണ് എടുത്ത് വെക്കുന്നത് അതും കൂടി അവിടെ വെച്ചേക്കാം. പംകിൻ പൈ വെച്ചാലോ? പംകിൻ പൈ ആണ് ഞാൻ എപ്പോഴും തിന്നുന്നത്. എനിക്ക് എൻ്റെ ഫുഡൊക്കെ ഇവിടെ വെച്ചേക്കുന്ന ഷൾക്കർ ബോക്സിൽ ഏതാണ് കൂടുതലുള്ളത് നോക്കട്ടെ. ഏതാ കൂടുതലുള്ള ബ്രെഡാണോ? ബ്രെഡ് എടുത്ത് വെക്കാം അല്ലേ? ബ്രെഡ് എടുത്ത് വെക്കാം. അല്ല വേണ്ട, കുക്കീസാണ് കൂടുതലുള്ള. കുക്കീസ് എടുക്കാം. ഓക്കെ, കുക്കീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ചോപ്പർ കുക്കീസ് അയക്കുമായിരിക്കും അല്ലേ? പാരറ്റ് കുക്കീസ് അയക്കുമല്ലേ ചോപ്പർ ചെയ്യുമ്പോൾ? എടാ ഞാൻ അടിക്കുവാണോ ചെയ്തേ? അയ്യോ എടാ, എൻ്റെ കൈ കൊണ്ട് ചത്തതാണ് അവിടെ മെസ്സേജ് കാണിച്ചത്. പക്ഷെ ഞാനല്ല, ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ കുക്കീസ് കൊടുത്തുള്ളൂ. ഇപ്പോൾ കുക്കീസ് തൊണ്ടേ കൊടുക്കി ചത്തയാണ് വന്നോ? അയ്യോ, ചോപ്പർ പോയി. ഇനിയിപ്പോൾ കുക്കീസ് ഞാൻ തന്നെ തിന്നേണ്ടി വരും. അയ്യാ, ഞാനൊന്ന് ക്രോമിൽ പോയി നോക്കട്ടെ. കുക്കീസ് കൊടുത്താൽ നമ്മുടെ പാരറ്റ് ചാവില്ല നോക്കിയിട്ടറിയാം. ഞാൻ അടിച്ചുകൊണ്ടല്ല ചത്തത്. അത് കുക്കീസ് ശരിക്കുള്ള പാരറ്റ്, ചോക്ലേറ്റ് ഒന്നും ശരിക്കുള്ള പാരറ്റിന് തിന്നാൻ പറ്റൂല. നമ്മുടെ റിയൽ ലൈഫിലും അവർക്ക് എന്തോ അലർജിയാണ്, അങ്ങനെ എന്തോ ആണ്. ഇപ്പോൾ മൊജാങ്ങും അങ്ങനെ കൊണ്ടുവന്നു നമ്മുടെ ഗെയിമിലോട്ടും. കുക്കീസൊക്കെ ചോക്ലേറ്റ് തിന്നാൽ പാരറ്റ് ചത്തും അങ്ങനെ മരിച്ചുപോയി നമ്മുടെ ചോപ്പർ. എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഓരോ ഏരിയ റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചോപ്പറിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒരു ഗ്രേവ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ചോപ്പറിന് വേണ്ടിയിട്ട് ഒരു മതിലെടുത്തിട്ട് വരണം. ഇതിവിടെ വെച്ച് ചോപ്പറിൻ്റെ തൂവലും കൂടി ഇവിടെ വെച്ചാൽ അങ്ങനെ പൂർത്തിയായി. ചോപ്പറിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള തൂവലും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ ഇതൊക്കെ? എൻ്റെ ചോപ്പർ ചത്തണോ? ഇനിയിപ്പോൾ നമുക്ക് വേറെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നു. ഈ ഒരു താഴ്ഭാഗം ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഈ റൂം ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. 2 എക്സ്ട്രാ ആർമറും കൂടി വെച്ചിട്ട് ഇനിയിപ്പോൾ എൻ്റെ ബെഡ്റൂമാണ് ചെയ്യാൻ പോകുന്നത്. അവസാനമായിട്ട് എൻ്റെ ബെഡ്റൂം ഞാൻ അങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇച്ചിരി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അധികം ആർഭാടമൊന്നും ആക്കിയില്ല. പിന്നെ അവിടെ ഇരിക്കുന്ന ഒരു ഡിസൈനാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതൊരു വാള് കുത്തി വെച്ച പോലെയല്ലേ? അങ്ങനെയാണ് അത്. അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. ഇതെന്തായാലും കുറച്ചധികം സമയം എടുത്തു ഇൻവെന്ററി ഒക്കെ സെറ്റാക്കാൻ, ഇന്റീരിയർ ഒക്കെ സെറ്റാക്കാൻ. ഇനിയിപ്പോൾ എനിക്കൊരു ഓട്ടോ സ്മെൽട്ടർ ഉണ്ടാക്കി വെക്കണം. കാരണം എനിക്ക് ഓട്ടോ സ്മെൽട്ടറിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട് ഭാവിയിൽ. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഓട്ടോ സ്മെൽട്ടർ ഉണ്ടാക്കാനുള്ള റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇത്ര മതി. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ എന്തായാലും ബിൽഡ് ചെയ്ത് വെക്കട്ടെ. അതിന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സൂപ്പർ സ്മെൽട്ടർ. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത കേട്ടോ. കാരണം ഇത് സിമ്പിളാണ്. പിന്നെ എൻ്റെതായ ഒരു സംഭവം കൂടി ഞാൻ കൊണ്ടുവന്നതാണ് അതിലോട്ട്. ഞാൻ പോയിട്ട് കോളും പിന്നെ എന്തെങ്കിലുമൊക്കെ ഫർണസിലിട്ട് പൊരിക്കാനായിട്ട് കൊണ്ടുവരാം. അതിന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്യൂവൽ എടുത്ത് അടിയത്തെ ചെസ്റ്റിൽ വെക്കുമ്പോൾ അത് നിറഞ്ഞു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്ക് ചെയ്യാനുള്ള സാധനം മോളിൽ ചെസ്റ്റിൽ. എന്നിട്ട് ഈ ഒറ്റ ലെവർ വയ്ക്കാൻ പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ 4 എണ്ണ വെച്ചിട്ടുള്ള ചിക്കൻ. അതുകൊണ്ടാണ് 4 ഫർണസ് മാത്രം ഇത് കത്തുന്നത്. ബാക്കിയുള്ളതിൽ കോൾ ഉണ്ടാവും, പക്ഷെ അത് കത്തൂല. ഇനിയിപ്പോൾ കുക്കായി തൊത്ത് ഈ ചെസ്റ്റിലോട്ട് വരും. ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല, വെയിറ്റ് ചെയ്ത് നോക്കാം. അതൊന്ന് പോയിട്ടുണ്ട്. 4 എണ്ണം. എന്ത് പെട്ടെന്നായ നോക്ക്, 4 എണ്ണവും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും സ്മെൽറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. സൂപ്പർ സ്മെൽട്ടറും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഗ്ലാസ് പ്രൊജക്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ വരും. അപ്പോൾ നമുക്ക് നോക്കാം. പ്രൊജക്റ്റ് ഐഡിയാസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞൊക്കെ ഞാൻ അപ്പം തന്നെ പൊട്ടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പൊട്ടിച്ച് മാറ്റിയ സ്ഥലത്ത് വേറൊരെണ്ണം വെക്കുന്നില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി ഉള്ള ഐഡിയാസ് ഒക്കെ തീർന്നിട്ട് അടുത്ത സ്റ്റോറി എന്നാണ് എൻ്റെ ഐഡിയ. അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്തൊരെണ്ണം കൂടി കണ്ടുപിടിക്കണം. ഇതിൽ നോക്കിയിട്ട് ഞാൻ ഒരെണ്ണം പറയാം ഏതാ ഉണ്ടാക്കാൻ പോകുന്നത് നാളെ കൊണ്ട്. എന്തായാലും ഹോട്ട് എയർ ബലൂണിലുള്ള വൂളൊന്നും തികയൂല. അതുകൊണ്ടാണ് എൻഡർമാൻ എക്സ്പി ഫാം ഉണ്ടാക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പക്ഷെ എൻ്റെ ഓൾറെഡി എല്ലാം എൻചാൻറ്റ് ചെയ്തല്ലോ. ചോപ്പറിന് വേണ്ടി ഒരു ഷിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ചാൽ, പക്ഷെ ചോപ്പർ പോയി കുഴപ്പമില്ല. ഞാൻ അടുത്ത് ഈ ഫുഡ് ഷോപ്പ് ഉണ്ടാക്കാം. നാളത്തെ എപ്പിസോഡിൽ ഒരു മാർക്കറ്റ് പോലെ ആക്കിയിട്ട് ചെറിയൊരു സൈഡിലായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ ബൈ ബൈ.